പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ചിലപ്പോൾ അത് പരീക്ഷയുടെ തലേദിവസമൊക്കെ ഒന്നും കൂടെ ഒരു ചില സംശയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡൽ പരീക്ഷയിൽ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, നമ്മളതിൻ്റെ പരീക്ഷ ഒക്കെ എഴുതി, പക്ഷേ അതിനകത്ത് പല ആൾക്കാരും തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓരോരുത്തർക്കായിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചെയ്യുകയാണ്. നമുക്ക് ആദ്യം ഇതിനകത്ത് വൺ വേർഡ് പാർട്ട് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പിന്നെ മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ പുറകെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ നമ്മുടെ ഇപ്രാവശ്യത്തെ മോഡൽ പരീക്ഷയിൽ വന്നതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയണത്, ഞാൻ ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും പറയാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക്. അപ്പോൾ അവിടെ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ വർക്കിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്ത പ്രിൻസിപ്പിൾ ഏതാണ്? ഓക്കെ, നമ്മൾ സോഷ്യൽ കേസ് വർക്ക് ആണ് കേട്ടോ. സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കതുപോലെ ഗ്രൂപ്പ് വർക്കിലും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലും സോഷ്യൽ ആക്ഷനിലും ഒക്കെ പ്രിൻസിപ്പിളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 തന്നിട്ടുണ്ട്. അതിലേതാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്കിൻ്റെത് അല്ലാത്തത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ് ഉണ്ട്, അവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഫെൽറ്റ് നീഡ്സ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളം വേർഷൻ ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ചിലപ്പോൾ പല അധ്യാപകരും പല രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷും കൂടെ നോക്കണം കേട്ടോ. മലയാളത്തിൽ എഴുതുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സോഷ്യൽ കേസ് വർക്കിൻ്റെയാണ്, പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി കേസ് വർക്കിൻ്റെയാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ കേസ് വർക്കിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് പെടാതെ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫെൽറ്റ് നീഡ്സ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം വരിക. അപ്പോൾ അതിനകത്ത് മലയാളത്തിൽ അനുഭൈവക ആവശ്യ തത്വം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കത്ര പരിചയമില്ലാത്ത വാക്കാണ് കേട്ടോ. നമ്മൾ അടിയന്തര ആവശ്യം എന്നൊക്കെയാണ് ഫെൽറ്റ് നീഡ്സ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നൊക്കെയാണ് ഫെൽറ്റ് നീഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതെങ്കിലും മലയാളം ഇങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കുക എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇത് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ദി ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഇസ് യൂസ് ടു ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് ആൻഡ് ജനറേറ്റ് തിയറി ഈസ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ ഹൈപ്പോത്തിസിസ് അഭ്യൂഹങ്ങൾ ഗവേഷണത്തിൻ്റെ അത് സോഷ്യൽ വർക്ക് റിസർച്ച് എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നിട്ട് ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെത്തഡോളജി പഠിക്കുന്ന സമയത്ത്, റിസർച്ച് മെത്തഡോളജി പഠിക്കുന്ന സമയത്ത് ഹൈപ്പോത്തിസിസ് എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ വാക്ക് ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്ന ഒരു അനുമാനം അല്ലെങ്കിൽ അഭ്യൂഹത്തിനാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തഡോളജി ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ 4 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ്പ്ലോറേറ്റീവ് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഡയഗ്നോസ്റ്റിക് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മലയാളത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ അതിൻ്റെ ഓരോ ടൈപ്പിൻ്റെയും മലയാളം ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. അത് ക്ലൂ തന്നെയാണ്, കാരണം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗവേഷണമാണല്ലോ. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നതും ഗവേഷണവുമായി ബന്ധപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു ക്ലൂ നമുക്കായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് ഓർക്കാൻ പറ്റും. എന്നിരുന്നാലും അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അവസാന ഭാഗമാണ് സെക്കൻഡറി മെത്തേഡ്സിൽ പഠിക്കുന്നിടത്താണ് നമ്മൾ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറഞ്ഞ ഭാഗം പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞൊരു വലിയ ഭാഗമുണ്ട്. അതിനോടൊരു ചാർട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യത്തിൽ ദ സോഷ്യൽ വർക്ക് മെത്തേഡ് വിച്ച് ഡീൽസ് വിത്ത് മാസ് സോഷ്യൽ പ്രോബ്ലം ആൻഡ് ഇഷ്യൂ ഈസ്, അതാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സോഷ്യൽ വർക്ക് മെത്തേഡ് വിച്ച് ഡീൽസ് വിത്ത് മാസ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂ ഈസ്. അപ്പോൾ അതിൻ്റെ മലയാളം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ബഹുജന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഷ്യൽ വർക്ക് രീതിയാണ് ഡാഷ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ്, സെക്കൻഡ് ഇയറിലും പഠിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് കൂടുതൽ വിശദമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നു. സോഷ്യൽ വർക്കിലെ നമ്മുടെ 6 മെത്തേഡുകളിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബഹുജന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബഹുജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂസിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, സോഷ്യൽ ആക്ഷൻ,
സോഷ്യൽ വർക്ക് റിസർച്ച്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമായ ചോദ്യമാണ്. സോഷ്യൽ ആക്ഷൻ എന്നുള്ളതാണ് ഉത്തരം അല്ലേ. നമ്മൾ മെരി റിച്ച്മണ്ട് ഡെഫിനിഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. മാസ് ബെറ്റർമെൻറ്റ് ത്രൂ അല്ലെ പ്രൊപ്പഗാൻഡ ആൻഡ് സോഷ്യൽ ലെജിസ്ലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാസ് ഇഷ്യൂസ് എന്നുള്ളതാണ് ബഹുജന പ്രശ്നങ്ങൾ, ബഹുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇക്കോളജിക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡൗറി പോലത്തെ പ്രശ്നങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സോഷ്യൽ ആക്ഷൻ, അതിനെക്കുറിച്ചാണ് അവിടെ ചോദ്യം. ഇനി നമുക്ക് നാലാമത്തെ വൺ വേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The leader's function as per rule book comes under dash style of leadership. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്, പലതരം നേതൃത്വങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്നിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യം. അപ്പോൾ നമ്മുടെ അതിന് മലയാളത്തിൽ തന്നെ ആ ചോദ്യം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നേതൃത്വ ശൈലിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന തരം നേതൃത്വ ശൈലിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. 1 കരിഷ്മാറ്റിക് ലീഡർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, 3 ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്, സിറ്റുവേഷണൽ ലീഡർഷിപ്പ്. അപ്പോൾ ഈ 4 നമുക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നിയമങ്ങളും ചട്ടങ്ങളും നോക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും നോക്കി മാത്രമേ അവർക്ക് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഉത്തരം തീർച്ചയായിട്ടും ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നാണ്. ഇവിടെ മലയാളത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വ ശൈലി എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ഇത് എസ് ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ് കേട്ടോ, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നതാണ്. വിവിധ തരം നേതൃത്വ ശൈലികൾ വിവരിക്കുക എന്ന് പറഞ്ഞിട്ട് അതെല്ലാം വിവരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മളത് ഒന്ന് ധൈര്യം നോക്കിയിട്ട് വേണം പോകാൻ. ഇനി അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 5ാമത്തെ ചോദ്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ്, പോസ്റ്റർ, ഫേഷ്യൽ എക്സ്പ്രഷൻ ആർ കോൾഡ്. അപ്പോൾ ആ ചോദ്യം ഇതാണ് കേട്ടോ. വളരെ സിമ്പിളായ ചോദ്യമാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആ ചാപ്റ്ററിൽ തന്നെ 2ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. അതിന് മലയാളം നോക്കാം. ആംഗ്യങ്ങൾ, ശരീരഭാഷ, ആംഗ്യഭാഷ, ശരീരനില, മുഖഭാവം എന്നിവ മുഖാന്തരം നടത്തുന്ന ആശയവിനിമയം ഡാഷ് എന്നറിയപ്പെടുന്നു. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 തരം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തുകൊണ്ട് വേണം ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതാൻ. അപ്പോൾ ഉദാഹരണം ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ മലയാളം പ്രസയിലുണ്ട്. വരമൊഴി ആശയവിനിമയം, അവാചിക ആശയവിനിമയം, വാചിക ആശയവിനിമയം, വാമൊഴി ആശയവിനിമയം എന്നൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതായിരിക്കും നമ്മുടെ ഉത്തരം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റേഴ്സ്, സൈലൻസ്, ആംഗ്യങ്ങൾ. അപ്പോൾ ഉത്തരം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കേട്ടോ, അവാചിക ആശയവിനിമയം എന്നാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് ഇതും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എന്നാലുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എക്സാമ്പിൾസ്, അതിൻ്റെ ചാർട്ട് വരയ്ക്കുക തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകാതെ നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. 6ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറയുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് സ്വദേശി ആൻഡ് സർവോദയ ആർ അസോസിയേറ്റ് വിത്ത് ഡാഷ് അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ്. അപ്പോൾ വികസന സമീപനം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ അപ്രോച്ചസ് ടു ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. 4ാമത്തെ ചാപ്റ്ററായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ അപ്രോച്ചസ് ടു ഡെവലപ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പലത് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ സ്വദേശി, സർവോദയ തുടങ്ങിയ ആശയങ്ങൾ ഒരു പ്രത്യേക വികസന സമീപനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കണം. ഒരു ഉദാഹരണം നമ്മൾ നോക്കാം. അവിടെ നിന്ന് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിയൻ അപ്രോച്ച്, നെഹ്റുവിയൻ അപ്രോച്ച്, പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്, ബേസിക് നീഡ് അപ്രോച്ച് എന്നുള്ളതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം ഭാഗം നോക്കാം. സർവോദയ, സ്വദേശി എന്നീ ആശയങ്ങൾ ഡാഷ് വികസന സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മലയാളത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഓപ്ഷൻസ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്? ഗാന്ധിയൻ സമീപനം, നെഹ്റുവിൻ്റെ വികസന സമീപനം, പങ്കാളിത്ത സമീപനം, അടിസ്ഥാന ആവശ്യകത സമീപനം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പേര്, ആ ചോദ്യത്തിൽ സ്വദേശി എന്നും സർവോദയ എന്നും വന്നിട്ടുണ്ട്. ഇത് രണ്ടും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണ്. ഓക്കെ, സ്വദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ അല്ലേ, അതാണ് നമ്മുടെ നാട്ടിൽ തന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങൾ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇതാരുടേതായിട്ടാണ് വരിക?
ഗാന്ധിജിയുടെ വികസന സമീപനവുമായിട്ടാണ് ബന്ധപ്പെട്ട് വരിക. അപ്പോൾ ഇതിന് ഗാന്ധിയൻ അപ്രോച്ച് എന്നാണ് നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഏത് ചാപ്റ്റർ എന്നാണെന്നറിയോ? നമ്മുടെ ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററാണ്. ഹെൽത്ത്. ആ ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ അവസാന ഭാഗത്ത് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അവിടെ നിന്നുള്ള ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: ദ ഡിസോർഡർ ഇൻ വിച്ച് പീപ്പിൾ സസ്പെക്റ്റ് ആൻഡ് ഡിസ്ട്രസ്റ്റ് അതേഴ്സ് ഇറാഷണലി ഈസ് ഡാഷ്. ഇതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം: മറ്റുള്ളവരെ യുക്തിരഹിതമായി സംശയിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന മാനസിക വൈകല്യമാണ് ഡാഷ്. ഇതാണ് അതിൻ്റെ മലയാളത്തിലുള്ള ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ്: പാരനോയ, ഡിപ്രഷൻ, സ്കിസോഫ്രേനിയ, ബൈപോളർ ഡിസോർഡർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളത്തിലെ ഓപ്ഷൻസ് സംശയരോഗം, വിഷാദം, സ്കിസോഫ്രേനിയ, ബൈപോളർ ഡിസോർഡർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനവുമില്ലാതെ മറ്റുള്ളവരെ അവിശ്വസിക്കുകയും സംശയിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള മാനസിക രോഗമുണ്ട്. നമ്മൾ സിനിമയിലെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടിസ്ഥാനരഹിതമായ സംശയമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ മലയാളം ഓപ്ഷനിൽ നിന്നാണ് ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷിൽ അതിന് പാരനോയ എന്നാണ് പറയുന്നത്. ഉത്തരം പാരനോയ എന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കണം. സംശയരോഗം എന്നാണ് അതിന് മലയാളത്തിൽ പേരിട്ടിരിക്കുന്നത്. പാരനോയ്ക്കായി പെരുമാറുക എന്നൊക്കെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കും. ഹീസ് ബീങ് പാരനോയ്ക്ക് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണമില്ലാതെ സംശയിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മാനസിക രോഗത്തിൻ്റെ പേരിൽ വരുന്നതാണ് ആ പ്രയോഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് പാരനോയ എന്നുള്ളതാണ്. ഇനി 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. Unwanted and undesirable sound potentially hazardous to the environment are termed as dash. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഇല്ല. ഇവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ മലയാളം നോക്കാം. പരിസ്ഥിതിക്ക് ദോഷകരവും അനാവശ്യവും അഭിലഷണീയവുമായ അഭിലഷണീയം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മലയാളത്തിൽ. അത് ശരിക്കും അനഭിലഷണീയം എന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മളിവിടെ നോക്കിയിട്ട് വേണം നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നോയ്സ് അല്ലെങ്കിൽ ബഹളം എന്നാണ്. ഓക്കെ, അത് ഡെഫിനിഷൻ. നോയ്സ് എന്നാൽ എന്ത്? നമ്മുടെ പലതരം പൊല്യൂഷൻ നമ്മൾ പഠിക്കുമല്ലോ, അതിനകത്ത് സൗണ്ട് പൊല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സൗണ്ട് പൊല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് നോയ്സ് എന്ന് പറയുന്ന സംഗതി എന്താണ് കേട്ടോ. ഇത്ര മെഗാ ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദത്തെ നമ്മൾ നോയ്സ് എന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ അതിൻ്റെ ഒരു ഉത്തരമാണ് അവിടെ വരേണ്ടത്, നോയ്സ് കേട്ടോ, നോയ്സ്. ഇനി 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2 വൺ വേർഡ് ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ കേട്ടോ. ദി അസിസ്റ്റൻസ് ഓഫേർഡ് ടു ദ ഇൻഡിവിജ്വൽ ടു സോൾവ് ഹിസ് ഓർ ഹെർ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് മോറൽ ആസ് വെൽ ആസ് ഹെൽത്ത് പ്രോബ്ലംസ് ആർ ഡാഷ്. അപ്പോൾ അതിൻ്റെ മലയാളം നോക്കാം. ഒരു വ്യക്തിയുടെ വൈകാരികവും സാമൂഹികവും ധാർമ്മികവും സാൻമാർഗികവും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നൽകുന്ന സഹായമാണ് ഡാഷ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗൈഡൻസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, 8ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്ററാണ് ഗൈഡൻസ്. അപ്പോൾ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഇതൊരു കുറച്ച് ആ ഭാഗം നന്നായിട്ട് വായിച്ചവർക്ക് മാത്രമേ ആ ചോദ്യം ശരിക്കും ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, ആ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ഭാഗം. കാരണം അതൊരു 2-3 പ്രത്യേകതകളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, കരിയർ ഗൈഡൻസ്, പേഴ്സണൽ ഗൈഡൻസ്, മാരിറ്റൽ ഗൈഡൻസ്. അപ്പോൾ അതിൻ്റെ മലയാള ഓപ്ഷൻ വിദ്യാഭ്യാസ മാർഗോപദേശം, ഔദ്യോഗിക ജീവിത മാർഗോപദേശം, വ്യക്തിഗത മാർഗോപദേശം, വൈവാഹിക മാർഗോപദേശം എന്നൊക്കെയാണ് മലയാളം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരുന്ന പേഴ്സണൽ ഗൈഡൻസാണ്. അപ്പോൾ പേഴ്സണൽ ഗൈഡൻസിനകത്ത് ആണ് ഇത്. ഇപ്പോൾ എഡ്യൂക്കേഷനാണ് വിദ്യാഭ്യാസം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. കരിയർ എന്ന് പറഞ്ഞാൽ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. മാരിറ്റൽ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ പേഴ്സണൽ ഗൈഡൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ വിശാലമായ ഒരു ഏരിയയാണ്. കാരണം നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങളിലും അതിനകത്ത് ഗൈഡൻസ് ആവശ്യമായി വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇമോഷണലും സോഷ്യലും മോറലും ഒക്കെ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ സ്പർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പേഴ്സണൽ ഗൈഡൻസ് എന്നാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സെക്ഷൽ ഡീവിയേഷൻ ഇൻ വിച്ച് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ഡ്രസ്സിങ് ദ ക്ലോത്ത്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. അതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം: എതിർലിംഗത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ലൈംഗിക സംതൃപ്തി നേടുന്ന ലൈംഗിക വ്യതിയാനമാണ് ഡാഷ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കൂടെ നോക്കാം. ട്രാൻസ്വെസ്റ്റിസം, എക്സിബിഷനിസം, ഫെറ്റിഷിസം, ട്രാൻസാക്ഷനിസം എന്നുള്ളതാണ് അതിൻ്റെ
കൊടുത്തിരിക്കുന്നത്. കാരണം മലയാളം വാക്കുകളൊന്നും ഇല്ല, അത് മലയാളത്തിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിലെ സെക്ഷൽ ഡീവിയേഷൻ എന്ന് ഭാഗമുണ്ട്. അവിടെ ഒരു 10ഓളം സെക്ഷൽ ഡീവിയേഷൻസിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കണം. നമ്മൾ സാധാരണഗതി ചോദ്യം വരുന്നത് ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ സെക്ഷൽ ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 4 ഏത് വേണമെങ്കിലും എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഡെഫിനിഷൻ തന്നിരിക്കുകയും അതിൽ നിന്ന് അതെന്താണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നോട്ടിലും ടെക്സ്റ്റിലും ഒക്കെ ഉണ്ട് ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ്, ഓരോ തരം. ഇപ്പോൾ ട്രാൻസ്ഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിബിഷനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഡെഫിനിഷനും കൂടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മളത് വായിച്ച് നോക്കിയിട്ട് വേണം പോകാൻ, കേട്ടോ. അപ്പോൾ എന്നാലും കിട്ടുള്ളൂ. ഇവിടെ ഉത്തരം ട്രാൻസ്വെസ്റ്റിസം എന്നാണ്, അതായത് മറ്റുള്ള പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം ധരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷം ധരിച്ചേക്കുക, അങ്ങനെ ക്രോസ് ഡ്രസ്സിംഗ് ആയിട്ട് നടക്കുന്നതിലൂടെ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ട്രാൻസ്വെസ്റ്റിസം പറയുന്നത്, കേട്ടോ. അപ്പോൾ അത് ഒന്ന് നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്തുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ സാധാരണ 8 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് 10 എണ്ണമുണ്ട്. ചിലപ്പോൾ മാച്ച് ദ ഫോളോവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ചിലത് വരാറുണ്ട്. അപ്പോൾ അത് പല രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു ചാപ്റ്റർ എങ്ങാണ്ട് 1 വേർഡ് ഒഴിവാക്കി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റും നോട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ബാക്കി ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ ഇത് മതിയാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് പരീക്ഷയ്ക്ക് നിങ്ങളുടെ സോഷ്യൽ വർക്കിൻ്റെ തൊട്ട് മുമ്പുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, മറ്റേ പരീക്ഷ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ നന്നായിട്ടൊന്ന് കുത്തിയിരുന്നത് പഠിക്കണം, ഒന്നുകൂടെ കേൾക്കുകയൊക്കെ ചെയ്യണം, കേട്ടോ ഇത്. അപ്പോൾ എന്നിട്ട് അങ്ങനെ വേണം പോകാൻ. നമുക്ക് ഏതായാലും കുറച്ചും കൂടെ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും പഠിക്കുക. താങ്ക് യു.